നമസ്കാരം, ഞാൻ ശിവദാസ്. നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ രാമായണത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ ആമുഖവും അതുപോലെ തന്നെ കൈകേയിക്ക് ദശരഥ മഹാരാജാവിനിൽ നിന്ന് ലഭിച്ച 2 വരങ്ങളെക്കുറിച്ചും രണ്ടാമത്തെ എപ്പിസോഡിൽ നേമി എന്നയാള് ദശരഥ മഹാരാജാവായി തീർന്ന കഥയും ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടാകുന്നതിന് വേണ്ടി യാഗം നടത്തുകയും അതിൻ്റെ ഫലമായി കൗസല്യയിൽ രാമനും കൈകേയിയില് ഭരതനും അതുപോലെ തന്നെ സുമിത്രയില് ലക്ഷ്മണനും ശത്രുഘ്നനും കുട്ടികൾ ജനിക്കുകയും ഉണ്ടായി. അവരൊക്കെ അയോധ്യയിൽ വളർന്നു വരികയാണ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ആ വളർച്ചയും സീതാ സ്വയംവരത്തെയും. ഇപ്പൊ നമ്മളുടെ രാമകഥ ചിത്രത്തില് സീതാദേവി എത്തിയിട്ടില്ല. സീതാദേവി ഇവിടെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് രാമായണ കഥയിലെ ആ രാമായണത്തിന് ഒരു ജീവൻ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹനിർഭരമായിട്ടുള്ള സ്വാഗതം. ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ 4 പേരും അയോധ്യയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ വളർന്നു വരികയാണ്. എന്നിരുന്നാലും അവർക്കിടയിൽ കൗസല്യപുത്രനായിട്ടുള്ള രാമനും സുമിത്രാപുത്രനായിട്ടുള്ള ലക്ഷ്മണനും തമ്മിലും കൈകേയി പുത്രനായിട്ടുള്ള ഭരതനും ശത്രുഘ്നനും തമ്മിലും അഭേദ്യമായ ഒരു ബന്ധം വളർന്നു വന്നു. അങ്ങനെ കുട്ടികൾ അയോധ്യയിൽ വളർന്നു വരുമ്പോൾ വിശ്വാമിത്രൻ ഒരിക്കലൊരു യാഗം നടത്തുകയുണ്ടായി. ഈ യാഗത്തെ അസുരന്മാരെല്ലാവരും കൂടി വല്ലാതെ ആക്രമിക്കുകയും അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയുമൊക്കെ ചെയ്തു. താടകയുടെ പുത്രന്മാരായിട്ടുള്ള മാരീചനും സുബാഹുമായിരുന്നു മുഖ്യമായിട്ടും ആ പ്രവൃത്തിക്ക് പിന്നിലുണ്ടായിരുന്നത്. മാരീചനെയും സുബാഹുവിനെയും വധിക്കുന്നതിന് വേണ്ടിയിട്ട്, നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ ദശരഥ മഹാരാജാവിനെ സമീപിച്ച് അയോധ്യയിലെത്തി ദശരഥ മഹാരാജാവിനെ സമീപിച്ചിട്ട് ശ്രീരാമനെ അവിടേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസമായി ഒരു യുദ്ധത്തിലേക്ക് സ്വന്തം മകനെ പറഞ്ഞയക്കുന്നതിൽ. പക്ഷേ വസിഷ്ഠ മുനി അദ്ദേഹത്തെ ഉപദേശിച്ചു ശ്രീരാമചന്ദ്രനെ അയക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന്. അങ്ങനെ വിശ്വാമിത്രന്റെ കൂടെ ശ്രീരാമനെയും രാമനോടൊപ്പം രാമനെവിടെ പോയാലും ലക്ഷ്മണനും ഉണ്ടാകും. ലക്ഷ്മണനും യാത്രയായി കാട്ടിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ ഒട്ടേറെ കഥകൾ, പൂർവകാല കഥകളൊക്കെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പോയ വഴിക്ക് ഉണ്ടായിട്ടുള്ള ഓരോ തടസ്സങ്ങളെയും ഒക്കെ രാമനും ലക്ഷ്മണനും ഒക്കെ ആയിട്ട് അത് ഇല്ലാതെയാക്കിക്കൊണ്ടും ഇരുന്നു. വിശന്ന് തളർന്ന കുമാരന്മാർക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി ബല അതിബല എന്നീ മന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിശപ്പ് ഏതും അറിയാതെ കാട്ടിലൂടെ പലതരത്തിലുള്ള മന്ത്രങ്ങളും പഠിച്ചുകൊണ്ട് അവര് മുന്നേറുകയാണ്. വനത്തിൽ കഴിഞ്ഞിരുന്ന താടകയെക്കുറിച്ചും വിശ്വാമിത്രൻ കുമാരന്മാർക്ക് പറഞ്ഞുകൊടുത്തു. താടകയുടെ കഥ പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ താടക അവിടെ പ്രത്യക്ഷപ്പെട്ട് വലിയൊരു പാറ ഉയർത്തി രാമന്റെ നേർക്കെറിഞ്ഞു. ഉടൻ തന്നെ രാമൻ ഒരു അസ്ത്രം തൊടുത്ത് വലിയൊരു പാറയെ ചിന്നിച്ചിതറിച്ചു, കഷ്ണങ്ങളാക്കി കളഞ്ഞു. ക്രോധം അടക്കാനാവാതെ താടക രാമന്റെ നേർക്ക് തിരിഞ്ഞു. രാമൻ അസ്ത്രം തൊടുത്ത് താടകയെ കഷ്ണങ്ങളാക്കി ചിന്നിച്ചിതറിച്ചു. താടകയുടെ ആത്മാവ് ഒരു ദേവകന്യകയുടെ രൂപം ധരിച്ച് സ്വർഗത്തിലേക്ക് പോയി. താടകയ്ക്ക് ശേഷം സുബാഹുവിനെയും രാമൻ വധിച്ചു. മാരീചനാകട്ടെ പേടിച്ച് ഓടി സമുദ്രത്തിൽ പോയി ഒളിച്ചു. അങ്ങനെ താടകയെയും മാരീചനെയും സുബാഹുവിനെയും രാക്ഷസ വൃന്ദത്തെയും അവിടെ നിന്ന് തുരത്തി രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം
മുന്നോട്ട് സഞ്ചരിച്ചു. ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതാദേവിയുടെ സ്വയംവര വൃത്താന്തം അറിഞ്ഞ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാടും മേടും ഒക്കെ താണ്ടി നടക്കുമ്പോൾ പലതരത്തിലുള്ള അസ്ത്രവിദ്യയെക്കുറിച്ചും പൂർവ്വ കഥകളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം കുമാരന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഗംഗാ തീരത്തുകൂടി രാമലക്ഷ്മണന്മാരുമായി നടക്കുമ്പോൾ ഗൗതമ മഹർഷിയുടെ ആശ്രമ പരിസരത്ത് അവരെത്തിച്ചേർന്നു. വലിയൊരു പാറയുടെ പരിസരത്തെത്തിയപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഇവിടെ ഗൗതമ മഹർഷി സുന്ദരിയായ ഭാര്യയോടും കുട്ടികളോടും കൂടി പാർത്തിരുന്നു. ഒരിക്കൽ അഹല്യയെ കണ്ട ഇന്ദ്രൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഒരു കോഴിയുടെ രൂപത്തിൽ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് കോഴി കൂകി നേരം പുലരുന്നതായിട്ട് വരുത്തി. നേരം പുലരുന്നു എന്ന് മനസ്സിലാക്കിയ ഗൗതമ മഹർഷി സ്നാനത്തിനായിട്ട് ഗംഗയിലേക്ക് പോയി. ഈ തക്കം നോക്കി ഇന്ദ്രൻ വേഷപ്രച്ഛന്നായി ഒരു മുനിരൂപം ധരിച്ച് അദ്ദേഹമാണ് ഗൗതമ മഹർഷിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അഹല്യയുടെ കിടപ്പറയിലെത്തുകയും ഉടൻ തന്നെ സ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗൗതമ മുനി ഇത് നേരിൽ കണ്ട് അഹല്യയെ ശപിക്കുകയും ചെയ്യുകയാണ്. ത്രേതായുഗത്തില് ശ്രീരാമന്റെ പാദസ്പർശമേൽക്കുമ്പോൾ മാത്രം കരിങ്കല്ലിൽ നിന്ന് നീ മോചിതയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്കല്ലായി പോകാൻ വേണ്ടി ശപിച്ചു. ശ്രീരാമന്റെ പാദസ്പർശം ആ പാറയിൽ ഏറ്റ ഉടൻ തന്നെ അഹല്യയ്ക്ക് മോചനം ഉണ്ടായി എന്നാണ് കഥ. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും നടന്ന് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അതിനിടയിൽ മുല്ലവള്ളിയിലെ പൂക്കൾ പൊട്ടിക്കാൻ ആയുധപുരയിൽ നിന്ന് ശൈവചാപം എടുത്തുകൊണ്ടുവന്ന് അത് കുലയ്ക്കുന്നത് കണ്ടപ്പോൾ ജനക മഹാരാജാവ് പുത്രിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. അദ്ദേഹം ശൈവചാപം കുലയ്ക്കുന്ന എയ്യുന്ന ആൾക്ക് മാത്രമേ, വീരനായിട്ടുള്ള പുരുഷന് മാത്രമേ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് ചിന്തിക്കുന്നു. ജനക മഹാരാജാവ് അക്കാര്യം വിളംബരം ചെയ്യുകയും ശ്രീരാമചന്ദ്രൻ അവിടെ എത്തി സീതയെ ശൈവചാപം കുലച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ദശരഥനെ ജനക മഹാരാജാവ് വിവരങ്ങളെല്ലാം അറിയിച്ചു. ദശരഥ മഹാരാജാവ് അയോധ്യയിൽ നിന്ന് പരിവാരസമേതം ഭരതനും ശത്രുഘ്നനും ഒക്കെയായി എത്തിച്ചേർന്നു. ജനക മഹാരാജാവിൻ്റെ സഹോദര പുത്രിമാരായിട്ടുള്ള മാണ്ഡവിയെ ഭരതനും ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി അയോധ്യയിലേക്ക് സന്തോഷത്തോടെ യാത്ര തിരിച്ചു. വിശ്വാമിത്രൻ ഹിമാലയ താഴ്വരയിലേക്കും മടങ്ങി. അങ്ങനെ കാലം കടന്നുപോയി. ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ അയോധ്യയിൽ പുരോഗമിച്ചു. അമ്മമാരും അതുപോലെ തന്നെ അയോധ്യാവാസികളുമൊക്കെ സന്തോഷം കൊണ്ട് മതിമറന്നു. ആ രാത്രിയിൽ കൈകേയിയുടെ പരിചാരികയും ഏഷണിക്കാരിയുമായിട്ടുള്ള മന്ധര കൈകേയിയുടെ അന്തഃപുരത്തിലെത്തി. കൈകേയിയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാരണവശാലും രാമന്റെ അഭിഷേകം നടക്കരുതെന്നും ഭരതനെ വേണം അയോധ്യയുടെ രാജാവായിട്ട് വാഴിക്കാനെന്നും ആ സമയം ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് രാജദത്തമായിട്ടുള്ള വരം ചോദിക്കാൻ കൈകേയിയെ മന്ധര പ്രേരിപ്പിച്ചു. മന്ധരയുടെ പ്രേരണയിൽ കൈകേയി മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുകയാണ്. കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് കയറി വന്ന ദശരഥ മഹാരാജാവിൻ്റെ മുന്നിൽ കൈകേയി തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. രാജദത്തമായിട്ടുള്ള വരങ്ങൾ ചോദിക്കുകയാണ്. ഭരതനെ യുവരാജാവായി വാഴിക്കണമെന്നും ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും കൈകേയി ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട മാത്രയിൽ തന്നെ
ദശരഥ മഹാരാജാവ് ബോധരഹിതനായി നിലംപൊത്തുകയാണ്. സത്യത്തിൽ നിന്നും വ്യതിചലിക്കാത്ത ദശരഥ മഹാരാജാവ് ദേവാസുര യുദ്ധത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ 2 വരങ്ങൾ നൽകാൻ തന്നെ തീരുമാനിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ജടയും വൽക്കലവും ധരിച്ച് കാട്ടിലേക്ക് യാത്രയായി. അയോധ്യാവാസികൾ കണ്ണീർ വാർത്ത് നോക്കി നിന്നു. ഭരതന്റെ രാജ്യഭരണത്തെയും തുടർന്ന് ദശരഥ മഹാരാജാവിൻ്റെ മരണത്തെയും ഒക്കെ കുറിച്ചിട്ടുള്ളത് ആണ് നമ്മുടെ അടുത്ത കഥ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഏതായാലും ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ച കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അത് സൂചിപ്പിച്ചാൽ തീർച്ചയായും അതനുസരിച്ച് അത് പരിഷ്കരിക്കാൻ കഴിയും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.